Hello, hi. Good afternoon, all. Welcome to yet another live session from 𝐊𝐶𝐲𝐻𝐻 Language Academy. And this is me, Priyanka. And I myself, Hareesh. So, welcome back to another live sessions from Let's Update. അതെ. അപ്പോൾ എന്താണ് ഇന്നത്തെ ലൈവ് സെഷന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. യൂഷ്വലി നമ്മൾ ഈവനിങ്ങിലായിരുന്നു ഈ ഒരു ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. So due to our tight schedule and the tight preparation that we offer to our exam batch students, ഇത് കുറച്ചൊന്ന് മുന്നോട്ട് വെക്കേണ്ടി വന്നു. Especially keeping understanding the difficulties students face in reading listening module. Obviously നമുക്ക് ഡെയിലി 4-5 തവണയൊക്കെ റീഡിംഗ് ലിസണിങ് ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മൾക്ക് ആക്ച്വലി സ്റ്റുഡൻസ് എപ്പോഴും ഇപ്പൊ നമ്മളുടെ അടുത്ത് എൻക്വയറീസ് ചോദിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് റീഡിംഗ് ലിസണിംഗ് സെഷൻസ് ആണ് വെൻ ദേ ടോക്ക് ടു 𝐊𝐶𝐲𝐻𝐻 ലാംഗ്വേജ് അക്കാഡമി. കാരണം ഇറ്റ്സ് ബീൻ വൈഡ്ലി അക്സെപ്റ്റഡ് ദറ്റ് റൈറ്റിംഗ് സ്പീക്കിംഗിൽ നമുക്ക് ആർക്കും തന്നെ റിക്വയർഡ് സ്കോർ ഒരു സ്റ്റുഡൻറ്റ് പോലും എത്താതെ പോകുന്നില്ല. Yes, so that's been something that we proudly say. വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമാണത്. അപ്പം റീഡിംഗ് ലിസണിംഗിൽ നമുക്ക് യെസ് ഓഫ് കോഴ്സ് ദെർ ഹാവ് ബീൻ വണ്ടർഫുൾ സ്കോർ കമ്മിങ് ഔട്ട് ഹിയർ. ബട്ട് അറ്റ് ദ സെയിം ടൈം വിളിക്കുന്ന കുട്ടികളുടെ എല്ലാം കൺസേൺ ആണ് റീഡിംഗ് ലിസണിംഗ്. അത് പൊതുവേ ഉള്ളൊരു ട്രെൻഡ് ഇപ്പം റീഡിംഗ് ലിസണിംഗിന് ടഫായിട്ടുണ്ട്. അതെ, എസ്പെഷ്യലി അത് എക്സാംസിന്റെ പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ റീഡിംഗ് ലിസണിങ്ങിന് അവർ ലാംഗ്വേജ് ഓറിയന്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് എക്സാമിനേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എക്സാം മെറ്റീരിയലിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലാംഗ്വേജ് എക്സ്പേർട്സിന്റെ ആവശ്യം അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പേർട്സിന്റെ ഒരു സൈഡും കൂടി ഇതിന് വളരെ അത്യാവശ്യമായി ഉണ്ട് എന്ന് നമുക്ക് തോന്നിയപ്പോഴാണ് നമ്മൾ reading listening lote. So we are focusing more into the reading and listening sessions as just like the writing and speaking. Appo we thought we online students nu മാത്രമല്ല regular students online students equally നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ റീഡിംഗ് ലിസണിംഗ് സെഷൻസ് കൂടെ എപ്പോഴും നമ്മൾ റൈറ്റിംഗ് സ്പീക്കിങ്ങിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് റീഡിംഗ് ലിസണിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വി ഹാവ് ബീൻ ഓൾവേസ് കണ്ടക്ടിങ് മീറ്റിംഗ്സ് ഫോർ ദ ട്രെയിനേഴ്സ് ആൻഡ് മെറ്റീരിയൽസ് ഡിസ്കഷൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് കുറേയെങ്കിലും എക്സാംസ് ഇപ്പൊ കൂടുതലും റീഡിംഗ് ലിസണിംഗിൽ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ we thought we come forward and take classes for reading and listening. നമ്മളും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ക്ലാസ്സസ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഐ എം ഡീലിംഗ് ലിസണിംഗ് ആൻഡ് ഹരീഷ് സർ ഇസ് ഡൂയിങ് ദ റീഡിംഗ് പാർട്ട്. അപ്പൊ നമ്മൾ രണ്ടും ഇപ്പോൾ നമ്മുടെ എക്സാം ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ലിസണിംഗ് ക്ലാസ്സസും ആൻഡ് റൈറ്റിംഗ് സ്പീക്കിംഗ് ക്ലാസ്സസും ഒക്കെ എടുക്കുന്നുണ്ട്. സോ ലാസ്റ്റ് 1 month കണ്ടിന്യൂസ് ആയിട്ടാണ് ട്രെയിനിങ് വരുന്നത്. എസ്പെഷ്യലി കാരണം ആ ഒരു ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയാം. ആ ലാസ്റ്റ് ഒരു 4 weeks ആ 1 month ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൂട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിംഗ് ലിസണിംഗ് ക്ലാസ്സുകൾ ഇതുപോലെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒബ്വിയസ്ലി നമുക്ക് ഇതുകൂടാതെ രാഹുൽ സാറിന്റെ സ്പെഷ്യൽ റീഡിംഗ് ക്ലാസ്സുകൾ നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന സാറിന്റെ സെഷൻസ് അതൊക്കെ എക്സാം ബാച്ചിന് വേണ്ടി വരുന്നതാണ്. ശ്രീലക്ഷ്മി മാം, ലോട്ട് മോർ ഒരുപാട് രേഷ്മ. There have been long list of master trainers. എപ്പോഴും നമ്മൾ റീഡിംഗ് ലിസണിംഗ് ഒരു ലാംഗ്വേജ് ട്രെയിനേഴ്സിന്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് എക്സ്പെർട്സിന്റെ കയ്യിലോട്ടാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറ്. ബിക്കോസ് it's so important and it's just not a medical thing. ഇതൊരു മെഡിക്കലി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമേ അല്ല റീഡിംഗ് ആൻഡ് ലിസണിംഗ് എന്ന് പറയുന്നത്. The idiomatic expressions that they use, the slang that they use, the local language that they make into in the listening. So it's been so important to understand the language. ആ ഒരു ലാംഗ്വേജ് പാർട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും. It's been master trainers were doing wonderful jobs. At the same time, we thought we also have to engage in these 2 modules to listen to the student and so also to understand their problems. So അങ്ങനെ നമ്മൾ ഒരു ടൈറ്റ് സ്കെഡ്യൂളിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ലൈവ് സെഷൻസ് വെക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇത് പറയുമ്പോൾ കൂടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എക്സാം ഇപ്പോൾ നാളെ കഴിഞ്ഞ് March 23rd എക്സാം ആണ്. അപ്പോൾ ആ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലി അതുപോലെ തന്നെ April 6th ഇനി അപ്കമിങ് ആയിട്ട് ഉടനെ എക്സാം എഴുതാൻ പോകുന്ന സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു QA സെഷൻ എല്ലാ എക്സാമിനും മുമ്പ് നടത്താറ്. ആൻഡ് ഇനി നമുക്ക് വരുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഇൻ 2 weeks വി ഹാവ് April 6th എക്സാമിനേഷൻ. ഓൾറെഡി നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് നമ്മുടെ കുട്ടികൾ. എക്സാം ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. ലാസ്റ്റ് 2 weeks ലാസ്റ്റ് 4 weeks മാത്രമല്ല അവസാനത്തെ 2 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ
അവർക്ക് എല്ലാ ദിവസവും റെഗുലർ ക്ലാസ്സുകളോടൊപ്പം തന്നെ ലൈവ് മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, അത് ഞാൻ തന്നെ ഡയറക്റ്റ്ലി റൈറ്റിംഗ് ഒക്കെ ഇൻവോൾവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അത്രയും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് വി ആർ ബിഗിനിങ് എ ന്യൂ എക്സാം ബാച്ച് ഫോർ April 20th exam students. April 20th എക്സാം ഡേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എടുത്ത കുട്ടികൾക്ക് യു ക്യാൻ ജോയിൻ അവർ 1 month exam preparation batch which begins from next Monday. യെസ്, അപ്പോൾ എക്സാം ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇനി നമുക്ക് ഹാർഡ്ലി ഒരു 4 weeks ആണുള്ളത്. അത് കംപ്ലീറ്റ്ലി നിങ്ങൾ നല്ല രീതിയിൽ ഡെഡിക്കേറ്റ്, മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. ദാറ്റ് ഐ ബി ഡെഡിക്കേറ്റിംഗ് മൈ ടൈം എന്നുള്ളത്. സോ ഐ ബി ഡീലിംഗ് speaking and listening on the one side, and Hareesh sir will be dealing writing and reading on the other side. Definitely with us there are lot experts, staffs and trainers with you, and mental supportനായിട്ട് നിങ്ങളുടെ കൗൺസിലേഴ്സും കോർഡിനേറ്റേഴ്സും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാം ഫിനിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൂടെ ഒരു വലിയൊരു ഹാർഡ് വർക്ക്, ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും വി ആർ ഫീലിംഗ് ലൈക്ക് സോ മച്ച് റിലാക്സ്ഡ് ദാറ്റ് വി ഹാവ് ബീൻ പുട്ടിംഗ് എ ലോട്ട് ഓഫ് എഫേർട്ട് along with the students. So together we are providing more than 4 hours of session a day for online students. അത് റെഗുലർ സ്റ്റുഡൻസിനോട് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഉള്ളത്. ആൻഡ് ഫോർ ഓൺലൈൻ സ്റ്റുഡൻസ് ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് ഡെയിലി 4 മണിക്കൂറോളമാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. സോ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അത്രയും നല്ല മെറ്റീരിയൽസും ആയിട്ടാണ് ഈ എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ April 20th വേണ്ടിയിട്ടുള്ളത്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ആൻഡ് യെസ്, അതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് പറയാൻ. Of course, all the students who are watching, especially our students, would definitely agree to this fact. ഈ ഒരു ഫാക്ടിനോട് നമ്മളുടെ എല്ലാ സ്റ്റുഡൻസും എഗ്രി ചെയ്യുക തന്നെ ചെയ്യും. സോ എനിവൺ ഹു ഹാവ് എനി ലൈക്ക് നിങ്ങളുടെ കൺസേൺസ് ഓർ ക്വരീസ് ഉണ്ടെങ്കിൽ please join Let's Update Language Academy after taking an opinion from somebody who already studied here. അപ്പോൾ അതത്ര കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളുടെ എഫേർട്ടിന്റെയും ആ ഒരു ഡെഡിക്കേഷന്റെയും കൊണ്ടാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. സോ നമുക്കിനി ബാക്ക് ടു ദ ടോപ്പിക്, നമ്മളുടെ ടോപ്പിക്കിലോട്ട് വരാം. ആസ് ഐ സെഡ്, okay, thank you for the excellent classes which you're providing for reading and listening. Thank you Sarita, thank you so much for your response. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് for the coming examination, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിലും യു ക്യാൻ ക്ലാരിഫൈ ഇൻ ദിസ് ലൈവ് സെഷൻ. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ആഫ്റ്റർനൂൺ ടൈം ആണ്. എന്നാൽ പോലും നിങ്ങളുടെ എക്സാമിന് ഇപ്പം നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും എവറി ടൈം ദിസ് വിൽ ബി അവൈലബിൾ. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എക്സാമിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ലെറ്റ് ഇറ്റ് ബി റിഗാർഡിംഗ് റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് ലിസണിങ്. സോ സാറിൻ്റെ അടുത്ത് സ്റ്റുഡൻസിന് മിക്കവാറും ഇപ്പം റീഡിംഗ് ആൻഡ് ലിസണിങ് കൺസേൺ ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് that the A part is the most important session that we can score a lot in this A part. What do you think? Do you think the same, or what is the advice that you would like to give to the students who are dealing the reading A part? A part നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ? ടോട്ടൽ 42-ൽ 20 ക്വസ്റ്റ്യൻസ്, അതായത് അറൌണ്ട് 50% ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി കവർഡ് ഫ്രം എ പാർട്ട്, which is very important when it comes to scoring. ഇപ്പോൾ അതിലൊരു 20 out of 20 കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ആൻഡ് ബെറ്റർ. ബാക്കി നമുക്കൊരു 12 ക്വസ്റ്റ്യൻസോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റിക്വയർഡ് സ്കോർ ആയി. ബട്ട് ഐ വോണ്ട് അഡ്വൈസ് സ്റ്റുഡൻസ് ടു ഗോ ഫോർ 20 ക്വസ്റ്റ്യൻസ്. 20 ക്വസ്റ്റ്യൻസും നിങ്ങൾ ശരിയാക്കിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇറ്റ്സ് ഓൾവേസ് അവർ ഡ്രീം ടു ഗെറ്റ് ഓൾ ദ 20 ക്വസ്റ്റ്യൻസ് കറക്റ്റ്. ബട്ട് ദർ വിൽ ബി 2 or 3 ക്വസ്റ്റ്യൻസ് ഇൻ എവറി പാർട്ട്. ഇഫ് യു ആർ പ്രാക്ടീസിങ് എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ്, നിങ്ങൾ എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 2 to 3 ക്വസ്റ്റ്യൻസ് വിച്ച് വിൽ ബി വെരി ഡിഫിക്കൽട്ട്, ആൻഡ് വി ക്യാൻ സേ ദാറ്റ് അത് വളരെ സമയം കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന, അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കാനായിരിക്കാം, ലൊക്കേറ്റ് ചെയ്യുന്നതിലായിരിക്കാം നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക there will be a categorization in among the questions. നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബേസിക് സ്റ്റുഡൻസിന് പോലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ ആൻസേഴ്സ് ഉണ്ടാവും. ആക്ച്വലി വെരി ഈസി, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വിതൗട്ട് ഈവൻ യൂസിങ് എ സിംഗിൾ പാരാഫ്രേസിംഗ്, ഒന്നും ഉപയോഗിക്കാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. At the same time a level higher and expertized questions ഉണ്ടാവും. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം കണ്ടു എന്ന് വിചാരിച്ച് ഡോണ്ട് തിങ്ക് ദാറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഓഫ് ദ സെയിം ടൈപ്പ്. അതാണ് കുട്ടികൾക്ക് പറ്റുന്നത്. ദേ വിൽ ബി ഡിസപ്പോയിന്റഡ് മെന്റലി. ഒരു ഈസി ക്വസ്റ്റ്യൻ കാണുമ്പോൾ ദേ വിൽ ബി ഹാപ്പി, ഓക്കെ ഐ കുഡ് ഫൈൻഡ് ആൻസർ വെരി ഈസിലി. സോ അടുത്ത ക്വസ്റ്റ്യനും ഇനി വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു സെയിം ലെവലാണെന്ന് വിചാരിക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ലെവലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതോ ഒരു ആൻസർ തെറ്റിച്ചാണ് എഴുതിയെന്നുള്ളതും ഉണ്ട്. ബിക്കോസ് ദർ ബി
2 or 3 questions that will be tricky and cunning. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു trickiness വേറൊരു കാര്യം കൂടെ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ that would be so interesting that you can be 100% sure that എനിക്ക് കിട്ടി, അത് ക്ലിയർ ആണ്, കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് 100% ഷുവർ ആണ്. എല്ലാ ക്വസ്റ്റിനും ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റിനും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് പ്രാക്ടീസിങ് an exam based material. അതും അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഫുൾ പ്രോപ്പർ പാരാഫ്രൈസിങ്, സിനോണിംസ് ഒരിക്കലും നമ്മൾ ഓക്കെ കൂടുതൽ ഞാൻ പറയുന്നില്ല. വൺ കീ അഡ്വൈസ് ഐ ഹാവ് ഫോർ സ്റ്റുഡൻസ് is that don't go for the direct answer or the direct words. Direct words നോക്കി പോകരുത്. 80% of the questions will be using paraphrasing. or paraphrasing യൂസ് ചെയ്തേ വരുള്ളൂ, എസ്പെഷ്യലി പാർട്ട് എ. പാരാഫ്രൈസ്ഡ് ആയിട്ടാണ് വരിക അല്ലേ? ഒരിക്കലും അവിടെ എക്സാക്ട് സിനോണിം പോലും ഉപയോഗിക്കണം നിർബന്ധമില്ല. നമ്മൾ കുറേ സിനോണിംസ് പഠിച്ചു വെച്ചു, ഒരു കാര്യമില്ല എന്ന് പറയുന്നില്ല. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ബട്ട് സിനോണിംസ് തന്നെ യൂസ് ചെയ്തിട്ടല്ല. സിനോണിംസ് യൂസ് ചെയ്യുന്ന എക്സാക്ട് സിനോണിംസ്, ഫോർ എക്സാമ്പിൾ എക്സാമിൻ, മാനേജ് എന്നായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ അഡ്വൈസ്, റെക്കമെൻഡ്. ദീസ് ആർ കോൾഡ് സിനോണിംസ്. അതൊരു ഈസി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. പക്ഷേ ഒരു ഹയർ ലെവലിലേക്കൊക്കെ എ പാർട്ടിൽ വരുമ്പോൾ ദേ വോണ്ട് ബി യൂസിങ് ഈവൻ സിനോണിംസ്. ദ ടോട്ടൽ sentence will be reconstructed in a different way so that it can only be understood, it can only be evaluated by students who tries to understand the meaning. അവിടെ കീ വേർഡ്സ് നോക്കി ഈ വേർഡ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി പോയി കഴിഞ്ഞാൽ it will be very difficult. ഇനി ഈ പറഞ്ഞ കാര്യം നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്ക് ആ ഒരു സെന്റൻസിനെ ടോട്ടലി റീകൺസ്ട്രക്ട് ചെയ്ത സെന്റൻസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? യെസ് വി ക്യാൻ. അതും ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മളെ കൊണ്ട് പറ്റുമോ? യെസ് we can. Actually we are trying to understand the trickiness in the material അല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ picking out the answers is not a hard nut to crack. Yes, so it would be very easy for us. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ആ ഒരു ട്രിക്കിനെസ്സിനെ നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ there are a lot of methods that we can use in that. And എങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റിനെ വായിച്ച് മനസ്സിലാക്കേണ്ടത് with this limited time? How much time that I should spend for reading a part? ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ നന്നായിട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ആൻഡ് ഒരു കൺസിസ്റ്റന്റ് പ്രാക്ടീസോടെ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുക തന്നെ ചെയ്യും. Students used to say that the C part is the most toughest part when it comes to listening as well as the reading. റീഡിങ്ങിനാണെങ്കിലും ലിസണിങ്ങിനാണെങ്കിലും C part ടഫ് ആണെന്ന് പറയും. No, it is not. ആക്ച്വലി അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ വലിയൊരു പ്രസന്റേഷൻ, ലിസണിങ് ആണെങ്കിൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മെന്റലി നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് ടഫാണ് എന്നുള്ളത്. സോ ബട്ട് ദെൻ ഫോക്കസ് ഓൺ ദ ഏരിയസ് ദാറ്റ് വി നീഡ് ടു ഫോക്കസ് ആൻഡ് ലീവ് ഔട്ട് ദ റെസ്റ്റ്. അങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് തന്നെ സി പാർട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. So what we're doing is we're trying to make some game out of it. അതിനകത്ത് ഒരു ഗെയിം കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗെയിമിംഗ് സെൻസിലൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ബി സോ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എല്ലാവരും പറയും, കുറച്ച് പേരെങ്കിലും നമ്മളെടുത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് റീഡിങ് ആൻഡ് ലിസണിങ്, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺസെൻസ്. ആക്ച്വലി നമുക്ക് അങ്ങനെ ഇൻഡിവിജ്വൽ റീഡിങ് ലിസണിങ് ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ അബ്സല്യൂട്ട് വേസ്റ്റ് ഓഫ് ടൈം ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ റീഡിങ് ആൻഡ് ലിസണിങ്, വിച്ച് കെൻ ബി പോസിബിൾ when we have a group combined classes. അത് ഉറപ്പായിട്ടും ഗ്രൂപ്പ് സെഷൻസിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന തന്നെയാണ്. and you have to be very active in the group sessions. അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നാച്ചുറലി നമ്മൾ ആക്റ്റീവ് ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ റിഗാർഡിംഗ് റീഡിംഗ് ലിസണിംഗ് മോഡ്യൂൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രാക്ടീസ് വിത്ത് എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽസ്. അതുകൊണ്ട് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി ഹാസ് ടേക്കൻ എ ഡിസിഷൻ to help all the students preparing OET to provide with some of our important materials. നമ്മൾ പ്രിപ്പയർ ചെയ്ത നമ്മുടെ എക്സ്പെർട്ടൈസ്, ഞാനും മാമും നമ്മുടെ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്ടൈസ്ഡ് ആ ഒരു പാനൽ ഡിസൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അത് റീഡിങ് മാത്രമല്ല ലിസണിങ്ങിനും നമുക്ക് അത് ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽസിലും ഫേസ്ബുക്കിലും കിട്ടുന്നതായിരിക്കും. അത് ഒരുപാട് കുട്ടികളെ എല്ലാവരെയും, നിങ്ങൾ ഏത് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളായാലും കുഴപ്പമില്ല, സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, ഒബ്വിയസ്ലി ലെറ്റ്സ് അപ്ഡേറ്റ് പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എല്ലാ മെറ്റീരിയൽസും മുമ്പ് കിട്ടുന്നതായിരിക്കും. യൂട്യൂബിൽ വരുന്നതിന് മുന്നേ കിട്ടുന്നതായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ എക്സ്ട്രാ മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നതായിരിക്കും. ഓഫ് കോഴ്സ് ദിസ് ഈസ് ഫോർ എവരിവൺ ടു വർക്ക് ഇറ്റ് ഔട്ട്. And also to understand, help, yes of course there, but also to understand the quality of materials. എങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഇന്നലെ ഒരു കുട്ടി വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, എനിക്ക് ഒരു മാമിനെ വിളിച്ചെന്ന് തോന്നുന്നു അല്ലേ. ഷീ ഈസ് ആക്ച്വലി സ്റ്റഡിങ് ഇൻ an institute and she called us and told that I'm studying in this institute for the past 1 months but I'm not feeling confident because when I have gone through the materials
with Let's Subject Language Academy, they find it more appealing, അല്ലേ? Appealing and exam oriented ആയിട്ട് അവർക്ക് തോന്നി. And she has consulted with students, some of the students studying over here too. And ഇനി 3 മാസം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് കുട്ടിയാണ് അടുത്ത മാസം 2 മാസത്തേക്ക് ഇങ്ങനെ വരാൻ പ്ലാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കോഴ്സും വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? Yes, we have a question actually from Ramya Rajesh. In case of speaking warm-up questions, important ആണോ? If we are not clear about the question, is it okay to ask them again? Of course. And before that, we have lots of messages. Good afternoon and all. And yeah, കുഴപ്പമില്ല, എനിക്ക് കവർ ആയിപ്പോ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഇനി. പ്രിൻസി, താര, ശ്രീലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് കുറെ പേര് മുകളിൽ Tara is our student. and എനിക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യപ്പെടും because my baby's name is also Tara. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. Okay, Prinsy, exactly. All right. So അപ്പോൾ we have a question. ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. And hi to all and thank you for watching this live session. And രമ്യ ചോദിച്ച ചോദ്യത്തിലോട്ട് പോവാണ്. യെസ്, കേസ് ഓഫ് വാം അപ്പ് ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡു നോട്ട് എല്ലാ സ്പീക്കിംഗ് സെഷനിലും ഞാൻ വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. വൈ? ഇറ്റ് ഇസ് ബിക്കോസ് only to the exam students we give ഒരു 2 or 3 days മുന്നെയാണ് ഞാൻ വാം അപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. ബിക്കോസ് ബീങ് എൻ ഇന്റലക്ച്വർ ആൻഡ് എൻ എക്സാമിനർ, ഐ മീൻ ഫോമർ ഇന്റലക്ച്വർ ആൻഡ് എൻ എക്സാമിനർ, എനിക്ക് മനസ്സിലായതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാം അപ്പ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് അസസ്ഡ് in the exam. Examiner warm-up question is not assessed. Actually, they are telling, they are actually explaining it to you during the examination itself. Examiner തന്നെ നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ദിസ് ഇസ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് യുവർ ഓഡിയോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വാം-അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Of course, you asked me if you didn't question clear island, can I ask it again? Of course, even in any of the conversation, it is a conversation. If you didn't understand, if they are not audible enough, അവർ പ്രോപ്പർ ആയിട്ട് അല്ല പറയുന്നെങ്കിൽ it is our right to ask that again. അല്ലെ? അവർ പ്രോപ്പർ ആയിട്ട് അല്ല പറയുന്നെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ അവകാശവുമാണ് അതൊന്നുകൂടെ ചോദിക്കുക എന്നുള്ളത്. Because even the examiner, while listening to the audio, they will understand that the person is not making a clear statement. കൃത്യമായിട്ടല്ല പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം. പക്ഷെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും നമ്മൾ ഒന്നുകൂടെ ചോദിക്കാൻ പറയുമ്പോൾ ദാറ്റ്സ് മീൻസ് വി ആർ നോട്ട് വെരി അറ്റൻറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ല. All this comes under that point. Okay. ഇനി രണ്ടാമത്തെ കാര്യം, there is only very limited number of warm-up questions. അല്ലേ? 100-200 warm-up questions ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100-ലധികം warm-up questions ആരെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ that is wrong. അത് തെറ്റാണ്. You can access to the Let's Subject Language Academy warm-up questions യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാ സ്റ്റുഡൻസിനും പോയി കാണാവുന്നതാണ്. അപ്പോൾ there is only very limited number of warm-up questions. Get used to that questions. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്തൊരു തെറ്റിദ്ധാരണ വരത്തില്ല. അവരെന്ത് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റും. സോ ഗെറ്റ് യൂസ് ടു ദാറ്റ് വാം അപ്പ് ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ എക്സാമിന് മുന്നേ എല്ലാ സ്റ്റുഡൻസിനും കൊടുത്ത് അവരെ കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ഫീൽ ലൈക്ക് ഡോണ്ട് ഗെറ്റ് ഓവർലി കൺസേൺഡ് അബൌട്ട് ദിസ് വാം അപ്പ് ക്വസ്റ്റ്യൻസ്. Focus on your speaking presentation. Okay, so that's what I say about the warm-up questions. Tinchu, good afternoon. Prinsy, exactly. Okay, and this is about ഈ warm-up questions-ന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാണ്. And coming to the exam pattern. എക്സാമിന്റെ പാറ്റേൺ വരുമ്പോൾ തന്നെ warm-up questions-ന് ശേഷമാണ് നമ്മളുടെ presentation സ്റ്റാർട്ട് ചെയ്യുന്നത്. And the audio recorder അതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം if you make mistake, is it okay to make mistakes in warm-up question? As I said, അത് വലിയ കൺസേൺ ആവേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. there are only limited number of questions എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, so it is okay to make mistakes in warm-up questions അല്ലെ? ഇപ്പൊ നിങ്ങളുടെ പേര് പറയുന്നത് എന്തായാലും കണക്ക് കൂട്ടുന്നില്ല അല്ലെ? അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും യെസ് നോ ഇങ്ങനെയുള്ള റെസ്പോൺസ് ഒക്കെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ നമുക്കതൊക്കെ തെറ്റിക്കാവോ? It is actually affecting our overall performance, isn't it? Warm-up questions എന്ന് പറയുന്നത് അസസ് ചെയ്യപ്പെടുന്നില്ല. It is not being assessed, but still, isn't it important that we have to make a correct response? അതും അത്രയും ലിമിറ്റഡ് ക്വസ്റ്റ്യൻസേ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതിനെല്ലാത്തിനും പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതിനകത്ത് നമ്മൾ ഉഴപ്പാൻ പാടുണ്ടോ? No, you can't. Yes. Okay, we have another question. Reluctant patient during role play. Okay, so we have to talk about the reluctant patient during role play. So
from these years, okay, it's been around 2-3 years that I'm seeing the role play cards. Okay, I haven't seen any reluctant patient. So ഈ reluctant patient എന്ന് പറയുന്ന ഒരു പേഷ്യന്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് those ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു പേഷ്യന്റ് നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സാധനമാണ് റിലക്റ്റന്റ് പേഷ്യന്റ് എന്നുള്ളത്. അതായത് ഹൗ ടു ഡീൽ എ റിലക്റ്റന്റ് പേഷ്യന്റ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു സാധനമാണ് ഹൗ ടു ഡീൽ എ റിലക്റ്റന്റ് പേഷ്യന്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഇനി ഞാൻ പറയുവാണെങ്കിൽ, see, there'll be a lot of concerns that the patient might have. Even നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ നേരത്തും he might be not ready to accept. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം is irrelevant because what to do is exactly written in the role play card. Let me tell you, speaking is not a test to assess the information in you. Okay, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് അല്ല സ്പീക്കിംഗ്. ദിസ് ഇസ് ടു ചെക്ക് യുവർ ലാംഗ്വേജ്. സോ ലെറ്റ് മീ ടെൽ യു, the reluctant patient is not going to ask you anything new, that's something that you do not know. Okay, they will be asking questions. The answer is already there in your role play card. നിങ്ങളുടെ റോൾ പ്ലേ കാർഡിൽ കൃത്യമായി അതിനുള്ള ഉത്തരം ഉണ്ടാവും. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദ സെഷന്റെ എൻഡ് ആയിരിക്കും ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്നുള്ളത്. അതും കഴിഞ്ഞ് നിങ്ങളുടെ റിലക്റ്റന്റ് പേഷ്യന്റ് പോകാൻ പോകുന്നില്ല. ഓക്കെ, സോ it's some unnecessary exaggeration. So when you see an exam oriented card, that you'll understand that there's nothing like a reluctant or a like not cooperating patient. Okay, I hope you have clarified. Good that you asked, that everyone got an awareness about it. Okay, Shiva has asked a question, sir. Okay. It's about reading. Okay, reading part A aanu ട്ടോ. Reading part A, date is given in both text in different way. How to find the answer? Again, material പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. Date is given in both text and in different way. How exactly question ശരിക്കും മനസ്സിലായില്ല എന്താണ് ചോദിച്ചത്. Okay, രണ്ട് ടെക്സ്റ്റിലും രണ്ട് രീതിയിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. How to find the answer എന്നാണ്. That's what we understood. Date is given in both text in different way. How to find the answer? അതൊരു I haven't seen such kind of a question. അതാണ് I think അത് പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയലിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് അറിയില്ല. Or you can just elaborate the question. കുറച്ചുകൂടെ elaborate ചെയ്ത് ചോദിച്ചാൽ we can able to answer. ഇനി അങ്ങനെയൊക്കെ വരുന്നത് തന്നെ ഏറ്റവും like trickiness will be only in the language. Okay, ലാംഗ്വേജിലാണ് അവർ ട്രിക്കിനെസ് കാണിക്കുക. ഓക്കെ, സോ പാരഫ്രൈസ്ഡ് ഫോം ആൻഡ് റീകൺസ്ട്രക്റ്റഡ് ഫോം ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. അല്ലാണ്ട് ടൈപ്പിംഗ് എറർ ഒക്കെ അല്ലെങ്കിൽ അവിടെ ഒരു ഇപ്പം ഫെബ്രുവരി ഡിഫറെന്റ് വേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ഡേറ്റ്സ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് വേസ്. ഡേറ്റ് ഈസ് ഗിവൻ ഇൻ ബോത്ത് ദി ടെക്സ്റ്റ്. അതിപ്പം ഫെബ്രുവരി ഡേറ്റ് ഫോർമാറ്റ് അറിയോ അല്ലേ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഡേ മന്ത് ഇയർ, അത് മന്ത് ഡേറ്റ് ഇയർ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ വരാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ ഒരു ടെക്സ്റ്റില് അവരൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യപ്പെടുമ്പോൾ ഫോർമാറ്റ് തന്നെയായിരിക്കണം ത്രൂ ഔട്ട് ഫോളോ ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഒരു സെന്റൻസിൽ ഒരു രീതിയിൽ ഒരു ഡേറ്റ് കൊടുക്കുക പിന്നെ വീണ്ടും മാറ്റിയെടുക്കുക. പിന്നെ റൈറ്റിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ ലേ ഔട്ടിൽ നമ്മളൊരു ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ലെറ്റർ യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് സെയിം ഫോർമാറ്റ് എന്നുള്ളതാണ്. ആൻഡ് ഇതാണ് ക്വസ്റ്റൻ എനിക്ക് തോന്നുന്നില്ല. ശിവയ്ക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. യെസ്, ഇനി ഇപ്പം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ രണ്ട് രീതിയിൽ രണ്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് ആൻസർ എന്നുള്ളത് that depends also upon the question that's been asked. Okay, ആ ഒരു ചോദ്യം കൂടെ കണ്ടാലാണ് നമുക്ക് അതിനകത്ത് നിന്ന് ഏതാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ആൻസർ. ഒരിക്കലും നമ്മൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യം വരത്തില്ല ഒരിക്കലും. ബേസിക്കലി നമ്മൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് ഒന്നുകൂടെ ലെറ്റ് ഹിം എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗൈൻ ഇഫ് ദിസ് ഇസ് നോട്ട് ക്ലിയർ കേട്ടോ. ഒന്നില്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയൽസിന്റെ ഇഷ്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ the question has been correctly set. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കാൻ നേരത്ത് ഇതിൽ ഏത് ഫോമാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ അതൊന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വായിക്കേണ്ട കാര്യമുള്ളൂ. And you have a question. Yes. Is articles important in listening? Yes, of course. Articles are important in listening. Yes, it is important in language, basically. Yes. So, article, നമ്മൾ ആൻസർ കീ എടുക്കാൻ നേരത്തെ INTSന്റെ കാര്യം എടുത്താലും OETയുടെ കാര്യം എടുത്താലും articles എപ്പോഴും ഓപ്ഷണൽ ആണ്. Okay, so even if you write or not write, it's not going to affect your marks എന്നുള്ളത് it's a rule. Okay, ഓപ്ഷണൽ ആണ് articles. But
if you're listening to that article, why can't you write? അല്ലേ, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ 100% ഷുവർ ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾസോടുകൂടെ തന്നെ എഴുതും. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇല്ലാത്തൊരു ആർട്ടിക്കിൾ, ദർ ഇസ് നോ നീഡ് ഫോർ ആർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ഓർക്കാണ് എന്തായാലും ഓപ്ഷൻ അല്ലേ, ഈ ആർട്ടിക്കിൾ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാൽ യു വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ലൂസ് മാർക്ക്. യു ആർ ഗോയിങ് ടു ലൂസ് മാർക്സ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇല്ലാത്ത ആർട്ടിക്കിൾ എടുത്ത് ഓപ്ഷണൽ ആയിട്ട് ഇടരുത്. സപ്പോസ് ഇഫ് ദർ ഇസ് എ നീഡ് ഓഫ് ആർട്ടിക്കിൾ, it can be optional. Okay, I hope it is clear. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് വേ. ഈ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വലിയ ആർട്ടിക്കിൾ യൂസ് ഒന്നും ഈ പാർട്ട് ലിസണിങ്ങിൽ വരുന്നില്ല. ആകെ കൂടെ ആർട്ടിക്കിൾ യൂസ് വരാൻ പോകുന്നത് when you refer profession, when you mention a profession, and when you have an answer, body part answer എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രൊഫഷൻ 100% ഷുവർ ആണ്. ഇൻ എവറി ലിസണിങ് ഓഡിയോ you will have a profession as an answer. ഒന്നോ രണ്ടോ പ്രൊഫഷൻ മെൻഷനിങ് ഉണ്ടാവും. അപ്പം ലൈക്ക് വർക്ക് ആസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് വരുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ സോ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ മാത്രമേ ഈ ആർട്ടിക്കിൾ കൺഫ്യൂഷൻ വരുന്നുള്ളൂ. ആർട്ടിക്കിൾ കൺഫ്യൂഷൻ, ഈ ആർട്ടിക്കിൾ ഓപ്ഷണൽ ആണ്. അതുപോലെ തന്നെയാണ് ഹൈഫനേറ്റഡ് വേർഡ്സ് ഓപ്ഷണൽ ആണ്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, in a hyphenated word, if you didn't mention the hyphen, it's okay. പക്ഷെ ഒരു നോൺ ഹൈഫനേറ്റഡ് വേർഡിൽ കയറി നിങ്ങൾ ഹൈഫൻ ഇട്ടാൽ യു ഡോണ്ട് ഗെറ്റ് മാർക്സ്. ഓക്കെ, ദാറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെയാണ് പ്ലൂറൽ ഫോംസ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക്. ഓക്കെ, സോ റിമി ഹാസ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. Good afternoon, sir. Ma'am, thank you so much for your this great help. Yep, thank you. Could you please update use of comma and semicolon in writing module? Yes, it's a very vast question. But actually semicolon is used before therefore and however if it is placed in the middle of a sentence. Adu nirbandhamilla. You can also put comma also. Comma however comma ittu povam, but semicolon however comma is also accepted. Therefore നമുക്ക് അത് ഉപയോഗിക്കാം, but that has to be placed in the middle of a sentence. For example, he was diagnosed with pneumonia, semicolon, therefore comma, he was provided so on, so medication. Like he walks independently, however he needs, so he walks independently, semicolon, however comma. So these are the only two places where you actively use semicolon in letter. avade however ne semicolon comma italum it's okay. You can also put comma in the beginning and end of however also accepted aanu. And when it comes to comma, I would say the basic rule is like wherever you put a pause in a sentence, there should be a comma. അത് റീഡറിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പഞ്ച്വേഷനാണ്. റീഡർ ഒരു സെന്റൻസ് എങ്ങനെ വായിക്കണം, റീഡർ നമ്മൾ എഴുതിയ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ എവിടെയൊക്കെ പോസ് ചെയ്യണം എന്നുള്ള ഒരു റൂളാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് കോമ വരുന്നത്. But at the same time, unnecessary commas നമ്മൾ കുറേ ഇട്ട് വെച്ചിട്ടാലും പ്രശ്നമാണ്. സോ സെൻസിബിൾ ആയിട്ടാണ് ഓരോ കണക്ടേഴ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ കോമ ഇടണം. ഇൻ അഡീഷൻ, അഡീഷണലി, subsequently, consequently, during initial home visit, pre-operatively, post-operatively, currently, presently, during initial visit. ഇങ്ങനെയുള്ള എന്ത് കണക്ടേഴ്സ് ഉപയോഗിച്ചാലും നമ്മൾ എന്ത് ഉപയോഗിക്കുക, അവിടെ കോമ ഇടുക. പിന്നെ ആഫ്റ്റർ ഡേറ്റ്, ഓൺ ഡേറ്റ്, കോമ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കോമ ഇടേണ്ടതായിട്ടുണ്ട്. പിന്നെ റെഫറൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ഹരീഷ്, കോമ, എൻ ഓൺ കേസ് ഓഫ് യുവേഴ്സ്, കോമ. അവിടെയൊക്കെ കുറേ സമയത്ത് സ്ഥലങ്ങളിൽ കോമ വേണം. ഇപ്പം ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ പെർട്ടിക്കുലർ, ഇപ്പം ഈ സെന്റൻസിൽ കോമ വേണോ ഇല്ലയോ, അങ്ങനെ ഒരു ഡൗട്ട് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഐ എം സ്കിപ്പിംഗ് എ ക്വസ്റ്റ്യൻ. രമ്യ, ഐ വിൽ കം ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദാറ്റ് സർ ഒരു ഡൗട്ട്, which needs to be continued, whichന്റെ മുന്നേ കോമ ആവശ്യമില്ല കേട്ടോ. There is no need of a comma there. Okay, Ramya has asked it out. Please tell basic rules in writing. Is it okay to start with 2 line? Okay, basic rules in writing. So again a worst topic to say. അതായത് നമുക്ക് ഒരു അന്തവും ഒന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറയണ്ടേ. Basic rule in writing: understand the case not very thoroughly. You have to understand the context. You have to understand whom you are writing, why you are writing, what is exactly the reason, and try to pick up the data according to that and write it as you narrate verbally. To a person. നിങ്ങൾ വെർബലി formally in a formal language. in a formal language നമ്മൾ വെർബലി എങ്ങനെയായിരിക്കും ഞാൻ കോൺട്രഡിക്ട് ചെയ്യും. വെർബലി ആവുമ്പോൾ ഞങ്ങൾ സ്പീക്കിംഗിൽ കുറച്ച് ഒരു സെമി ഫോർമൽ ലാംഗ്വേജ് ആണ് ഞങ്ങൾ സ്പീക്കിംഗിൽ യൂസ് ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സ്പോക്കൺ ലാംഗ്വേജ് ബട്ട് യൂസിംഗ് എ വെരി formal tone. That's it, a formal tone. ബിക്കോസ് എപ്പോഴും ഇത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ അതിനൊരു മര്യാദ ആണ് അല്ലേ. സ്പോക്കൺ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു തീർന്നു. Formal. I have used the word formal. Yeah. Yes.
So, Okay. and I didn't understand the question. Is that okay to start with 2 line? Ramya, I didn't exactly understand the Maybe question. introduction 2 ലൈനിൽ ലിമിറ്റ് ആയി പോയാൽ കുഴപ്പമുണ്ടോ എന്നാണോ ചോദിച്ചിട്ടുള്ളത്. But then it is so important that the information, the major purpose of the It depends. yes, purpose of the letter has to be mentioned. എത്ര ലൈൻ ആണെന്നുള്ളത് 3 ലൈനിൽ എഴുതിയെന്നോർത്ത് അവിടെ കൂടുതൽ മാർക്ക് കിട്ടാനോ 2 ലൈനിൽ എഴുതുന്നത് കുറയ്ക്കാനോ പോകില്ല. ആകെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ നോക്കേണ്ട കാര്യം purpose ആ 2 ലൈനിൽ 1 ലൈനിൽ വേണമെങ്കിൽ എഴുതാം നമുക്ക്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അവിടെ ആ 1 ലൈൻ 2 ലൈൻ 3 ലൈൻ ആണെങ്കിലും അവിടെ ആവശ്യമുള്ള കണ്ടന്റുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ മീൻ It will take around 2.5 3 lines ഒക്കെ യൂഷ്വലി വരാറുണ്ട്. അപ്പൊ 2 ലൈനിൽ വരുമ്പോൾ still it depends, കണ്ടന്റ് കുറവാണോ എന്ന് എനിക്കൊരു സംശയം. കണ്ടന്റ് എല്ലാം വേണം. നെയിം ഓഫ് ദ പേഴ്സൺ, പർപ്പസ്, റെഫറൻസ്, റീസൺ, അങ്ങനെ 4 5 6 കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. Okay, fine, sir. Thank you, Sarita. Sir, if age is not given, is it necessary to write in the introduction for unknown cases? I think you have to say something about this. ഏജ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. Again, അവിടെ ഈ അൺഒഫീഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ രണ്ടും ഉണ്ടാവാതെ വരാം, ചിലപ്പോൾ രണ്ടും ഉണ്ടാവാം. For sure, if you are for your examination, they will provide you with both date of birth as well as age in bracket. അത് ഡേറ്റ് ഓഫ് ബർത്തും ഏജും എത്ര പ്രായമുള്ള കുട്ടിയാണെങ്കിലും എത്ര പ്രായമുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിലും they will definitely provide you with both date of birth as well as age in bracket. ഏജ് ബ്രാക്കറ്റിലും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ കൃത്യമായിട്ട് ഡേ, മന്ത്, ഇയർ ആൻഡ് ഇൻ ബ്രാക്കറ്റ് 35 y.o years old എന്ന് കൃത്യമായിട്ട് കൊടുത്തിരിക്കും. So you do not have to worry about that. And the question is, sir, if age is not given, is it necessary to write an introduction for unknown case? So definitely, if you are dealing with unknown case letters, you can write age as a reference. നീ ഏജ് തന്നെ എഴുതുന്ന നിർബന്ധമില്ല. അതൊരു നിയമമല്ല കേട്ടോ. Like you are not going to lose a great deal of marks if you forget to mention age as a reference for unknown case letters. But what our intention is to make a clear picture of the patient. What happens is that ഈ പ്രീതി ചോദിച്ച ചോദ്യത്തിന് ഒരു റിലവൻസ് എന്ന് പറഞ്ഞാൽ what happens if I forget to mention the age of the patient in the introduction? What happens in the end of the letter is the reader is not going to get a picture of the age category of the patient. അല്ലേ? I am writing to refer Mr. Hareesh എന്ന് പറഞ്ഞ ലെറ്റർ എഴുതുകയാണ്. ഈ ഹരീഷ് എന്ന് പറയുന്ന ആള് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളാണെന്ന് റിസീവറിന്റെ ഐഡിയ കിട്ടണ്ടേ? ഈസ് ഹി ടു യങ്? ഈസ് ഹി എ ടീനേജർ? ഈസ് ഹി എ മിഡിൽ ഏജ്ഡ് മാൻ ഓർ എ സീനിയർ സിറ്റിസൺ? അപ്പോൾ അത് ആ ഒരു ക്ലിയർ പിക്ചർ കൊടുക്കാനായിട്ടാണ് നമ്മൾ അൺനോൺ കേസ് ലെറ്റേഴ്സിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ ഒരു ഏജ് റെഫറൻസ് വയ്ക്കാനായിട്ട് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ മെനി വേസ്. റിട്ടയർഡ് ടീച്ചർ, 65-year-old ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ റിട്ടയർഡ് ടീച്ചർ എന്ന് എഴുതാം. സോ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആ പേഷ്യന്റിന്റെ ഏജ് ലെറ്ററിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഇഫ് യു കുഡ് മെൻഷൻ ദാറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ. അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ്. Okay, so Preeti said, then Sandra, how should we address a complaint about the hospital coming the patient side? Actually, I didn't understand the question. അതിപ്പോൾ റൈറ്റിംഗ് ആണോ സ്പീക്കിംഗ് ആണോ എനിക്കൊരു ക്ലാരിറ്റി അതിൽ കിട്ടിയില്ല. Okay, fine. So putting a post, you can give me a clarity on that. Definitely, I can help you with the answer. Okay. All right, Minu. Hi, can you explain time management for reading session because I can't able to attend all the questions within the time limits. Sir, you can answer. Practice with proper materials and get guidance properly. അതാണ് എനിക്ക് ഒരു 1-line സ്റ്റേറ്റ്മെന്റിൽ പറയാനുള്ളത്. ഇനി വേറെയും കുറെ ടെക്നിക്സ് എത്ര ടൈം എടുത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഗോ ത്രൂ ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആൻഡ് ആൻസേഴ്സ് സർ നേരത്തെ പറഞ്ഞ പോലെ ആൻസേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എത്ര നേരം കളയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ. റീഡിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ബേസിക്കലി നമ്മൾ തന്നെ ഫസ്റ്റ് ടൈം ഒരു റീഡിംഗ് പാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈവൻ ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഓ മൈ ഗോഡ്, ഹൗ a student is going to tackle down 20 questions in just 15 minutes? That means you are just getting 45 seconds for a single question and you have to read 4 text or around 2 pages ആയിരിക്കാം, 2.5 pages ആയിരിക്കാം മാക്സിമം വരുന്നത്. അപ്പോൾ അത്രത്തോളം വായിച്ച് മനസ്സിലാക്കണം. 15 minutes ആണ്, 20 questions വായിക്കണം, അത് 15 minutes ആൻസർ ചെയ്യണം. സോ ദാറ്റ് മീൻസ് 45 seconds ആണ് കിട്ടുന്നത് അല്ലേ? അവിടെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇനീഷ്യലി നമ്മൾ എത്ര സമയം എടുത്തിട്ടായിരിക്കണം 4 passagesന്റെ ഒരു ഓവറോൾ പിക്ചർ എടുക്കേണ്ടത്. അതുപോലെ തന്നെ എത്ര സമയം ഒരു ക്വസ്റ്റ്യനിൽ ആവറേജ് സ്പെൻഡ് ചെയ്യാം, അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ലൈക്ക് യു ഷുഡ് ഹാവ് എ ക്ലിയർ പിക്ചർ. Okay, I'm taking too much time for this question, so I should leave this question for the time being and I will keep it for the end. And there will be 2 or 3 questions like that. ഒരു ആവറേജ് ആയിട്ടൊരു
ആവറേജ് കുട്ടീനെ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ. ആൻഡ് മീനു ഇപ്പം എക്സാം ബാച്ച് സ്റ്റുഡന്റ് ആണോ, ഇപ്പൊ എക്സാം ഉടനെ എഴുതാൻ പോകുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് എക്സാം സ്റ്റുഡന്റ് ആണെങ്കിൽ ഓവറായിട്ട് വറി ചെയ്യേണ്ട. വാട്ട് ഇസ് യുവർ കറന്റ് പാറ്റേൺ, ഒരു പ്രശ്നമില്ല. ഓക്കെ. പാനിക് ആവാതിരിക്കാന്നുള്ളതാണ്. അതെ. സോ കൃത്യമായി ടൈം ഡിവിഷൻ ചെയ്ത് പോയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റിനും ഇത്ര സമയം വെച്ച് പോവുക. ആൻഡ് ഈ പറയുന്ന പോലെ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അത് നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ക്വസ്റ്റൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ്, സോ ലീവ് ഇറ്റ്, കീപ് ഇറ്റ് ടുവേർഡ്സ് ദി എൻഡ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, ബാക്കി സ്കോർ എല്ലാം നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് കാരണം ദർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് വിച്ച് ക്യാൻ ബി ഈവൻ ഐഡന്റിഫൈഡ് വിത്തിൻ 10 seconds. 10 സെക്കൻഡ് പോലും എടുക്കാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. അത് നമ്മൾ റിസ്ക് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാത്തിനും ഒരേ മാർക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു 20 ക്വസ്റ്റ്യൻസ് 17-18 വയ്ക്കുക. സോ ബാക്കി 2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോട്ടെ, അത് വിട്ടുകളയാം, ബാക്കി അത് അവസാനത്തേക്ക് വെക്കുക. കാരണം ഇത് സർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ 2 എണ്ണം വിട്ടു പോട്ടെ നമ്മൾ വിചാരിക്കും. അതെ, അതായത് അതിൽ സ്റ്റക്ക് ആവുമ്പോഴത്തേക്കും 18 മാർക്ക് കിട്ടിയാൽ മതി എന്നല്ല പറയുന്നത്. ചില കുട്ടികൾ അങ്ങനെയാണ്. ഇപ്പം ഈവൻ ഐ ഹാവ് ദാറ്റ് ഹാബിറ്റ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ട് അടുത്തതിലേക്ക് പോകൂ എന്നൊരു വാശി, നമുക്ക് ഒരു ദുർവാശി കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ പാടില്ല. ലീവ് ദോസ് ക്വസ്റ്റ്യൻസ് ടുവേർഡ്സ് എൻഡ്. ആൻഡ് അങ്ങനെ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു മെത്തേഡ് കേട്ടോ. Reassuring words നെ പറ്റി റാണി രാജേന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദാറ്റ്സ് സോ ഇമ്പോർട്ടന്റ്, ബട്ട് ദ റൈറ്റ് റിയഷറിംഗ് വേർഡ്സ് ഇൻ റൈറ്റ് സ്പേസ്. ഓക്കെ, അപ്പൊ നമ്മൾ വാട്ട് ഹാപ്പൻ ഇസ് നമ്മൾ മെക്കാനിക്കലി കുറേ റിയഷറിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചു വെക്കുകയാണ്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ആസ് എ ലവിംഗ് ഡോട്ടർ യു ആർ വെരി മച്ച് വറീഡ് അബൌട്ട് യുവർ മദർ, അങ്ങനെ പറയുന്നുണ്ട്. ഐ കെൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, യുവർ ക്വസ്റ്റ്യൻ ഇസ് സോ സെൻസിബിൾ, ഇങ്ങനെ കുറേ റിയഷറിംഗ് വേർഡ്സ് നമുക്കറിയാം. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൾവേസ് വി ഹാവ് ടു കൺസോൾ ദ പേഷ്യന്റ്. എപ്പോഴും പേഷ്യന്റിനെ നമ്മൾ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. At some situations, we have to appreciate the patient. At some situation, we have to encourage the patient. At some situation, of course, we have to console the patient. Patientനെ സമാധാനിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, അപ്രിഷിയേറ്റ് ചെയ്യണം. ഇതെല്ലാം ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, ഇറ്റ് ഡിഫേഴ്സ്. അപ്പൊ നമ്മൾ കൺസോൾ ചെയ്ത് സമാധാനിപ്പിക്കുന്ന മാത്രമാണ് പഠിച്ചിട്ട്, ലൈക്ക് ദർ ആർ സിറ്റുവേഷൻസ്, some what to say, some wrong statements that sometimes people put in, students put in is like എന്തായിരുന്നു അത്, സോ സോറി, ഇത് ഇത്ര നേരം എൻ്റെ നാവിന്റെ തുമ്പിലുണ്ടായിരുന്നു, ഞാനിപ്പോൾ മറന്നുപോയി പെട്ടെന്ന്. ഓക്കെ, സോ ഇങ്ങനെ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കുന്ന, ഫോർ എക്സാമ്പിൾ മേ ബി ഐ എം നോട്ട് കൺസേൺ, ഞാനൊരു ജെന്യൂൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അപ്പൊ പെട്ടെന്ന് എൻ്റെ നേഴ്സ് പറയാണ് ഐ കൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്ന്. അപ്പോൾ ഐ എം ക്വൈറ്റ് ഷോക്ക്ഡ്, ആക്ച്വലി ഞാൻ കൺസേൺഡ് അല്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ നേഴ്സ് അങ്ങനെ ചോദിച്ചത്? ഓക്കെ, സോ ഹൗ ഡസ് ദാറ്റ് സൗണ്ട്? അഗൈൻ, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്? ദിസ് ബീൻ സംടൈംസ് misappropriately used, inappropriately used in some situations. അങ്ങനെ ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഇടക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി ലൈക്ക് ദിസ് വിൽ ഹാവ് ദീസ് ആൻഡ് ദീസ് കോംപ്ലിക്കേഷൻസ്, ട്രൈ നോട്ട് ടു വറി എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ഹൗ ഡസ് ദാറ്റ് സൗണ്ട്? ദാറ്റ് സൗണ്ട്സ് റിയലി ബാഡ്, ഓഫ് കോഴ്സ്. അപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള റിയഷറിംഗ് വേർഡ്സ് കറക്റ്റ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്, ദാറ്റ്സ് ബീങ് വെരി സെൻസിബിൾ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ റിയലി സെൻസിബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്, ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് വാല്യുബിൾ, ഐ കൻ ആൻസർ ടു, ഐ അപ്രിഷിയേറ്റ് ഫോർ യുവർ ടൈംലി ആക്ഷൻ. ഇങ്ങനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താ പറയാ മറുപടികളാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ ഹായ് സർ മാം, അഞ്ജു ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് മിസ്സാക്കരുത് എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ്. സർ ആക്ച്വലി റീഡിംഗ് പാർട്ട് സി, ദർ ഇസ് വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്, വാട്ട് ഇസ് ദ വേർഡ് മീനിങ്? എക്സാമ്പിൾ, വാട്ട് ഇസ് ദ വേർഡ് ദീസ് ഇൻ ദ പാരഗ്രാഫ് മീൻ? എനി ട്രിക്ക് ടു ഫൈൻഡ് ദ ആൻസർ ഫോർ ദീസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ? ഓഫ് കോഴ്സ് ദർ ഇസ്. ദീസ് എന്ന് പറയുന്നത് മാത്രമല്ല അല്ലെ, സർട്ടൻ വേർഡ്സ് തന്നിട്ട് what does it mean? ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് സി പാർട്ടിൽ വരാറുള്ളത്, ചില വാക്കുകൾ what these എന്നുള്ള ഐഡിയ. അപ്പം അതിനൊക്കെ നമുക്ക് ട്രിക്കിനെസ് ഉണ്ട്. ഇറ്റ് ഈസ് ദെയർ. അതിന്റെ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻ്റെ ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ആൻഡ് സർട്ടൻ വേർഡ്സ്, ഒറ്റ വേർഡ് എന്നിട്ട് അപ്പൊ നമ്മൾ വിൽ ബി ലൈക്ക് യു, ഞാൻ എത്ര വൊക്കാബുലറി പഠിച്ചാലാണ് ഇതിലോട്ട് എത്താൻ പറ്റുക? നോ, വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് വിത്ത് ദ സിറ്റുവേഷൻസ് ആസ് വെൽ. സിറ്റുവേഷൻസ് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിനൊക്കെ നമുക്കൊരു കൺസിസ്റ്റന്റ് പ്രാക്ടീസ് വേണം. അപ്പം ഒരു കാര്യം എനിക്കിപ്പം റൈറ്റ് നൗ പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓർഡർ വൈസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ വായിക്കുന്നതിൻ്റെ രീതി ഡിവൈഡ് ചെയ്ത് വായിച്ച്
അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ അതിനകത്തോട്ട് എത്താനായിട്ട് പറ്റും കേട്ടോ. സോ ഐ തിങ്ക് ഇഫ് യു നീഡ് മോർ ക്ലാരിഫിക്കേഷൻ യു ക്യാൻ ആക്ച്വലി ഗിവ് എ എലാബറേറ്റഡ് ക്വസ്റ്റ്യൻ നമുക്കൊരു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. Then Vinny, sir, please tell me reading part C, how to do the elimination method. Again, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി സമയം എടുത്ത് മെറ്റീരിയൽ വെച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് കോഴ്സ് ദർ ആർ ലോട്ട് ഓഫ് മെത്തഡ് ടു ഡു ദ എലിമിനേഷൻ മെത്തഡ്. എലിമിനേഷൻ മെത്തഡിലോട്ട് എപ്പോഴാണ് നമ്മൾ എത്തിച്ചേരുന്നത്? വെൻ യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ആൻസർ, അതായത് ഡയറക്റ്റ് ആൻസറിലോട്ട് പോകാൻ പറ്റാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇല്ലാത്ത ആൻസർ കളയാം എന്ന് നമ്മൾ വിചാരിക്കും. ഈ എലിമിനേഷൻ മെത്തേഡ് നമ്മുടെ ഒരു ടൈം മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ ആൻസർ കാണില്ല, ബട്ട് ദെൻ വി സീ ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ ആൻസർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ എലിമിനേഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് ഇഫ് യു ഡയറക്ട്ലി കം ടു ദ ആൻസർ, ഈ ഒരു എലിമിനേഷൻ്റെ ആവശ്യം ചിലപ്പോൾ തീർച്ചയായിട്ടും വരത്തില്ല അല്ലേ. സോ എലിമിനേഷൻ മെത്തേഡ് ഇസ് എ മെത്തേഡ് ദറ്റ് വി യൂസ് ടു ലിമിറ്റ് ദ മാനേജ് ദ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിമിനേഷൻ മെത്തേഡിലോട്ട് നമ്മൾ പോകുന്നത്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യനിൽ കൺഫ്യൂസ്ഡ് ആകാറില്ല, ബട്ട് ദെൻ വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദ ഓപ്ഷൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 3 ഓപ്ഷനും നമ്മുടെ തലയിക്കേറ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ 2 എന്തായാലും തെറ്റാണെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മുടെ ഒരേ വെയിറ്റേജിൽ നമ്മുടെ തലയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂസ് വരുന്നത്. More than that, focus on the question clearly and find an answer for the question related with the options. Okay, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എലിമിനേഷൻ മെത്തേഡ് ഈസി ആവും. ഓക്കെ. Okay, then okay, Anju has given us a very good compliment. Thank you, Anju. Recommended to everyone about Let's Update. Excellent trainers with updated materials. Thank you, Anju. എല്ലാവരും റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. Okay, fine. So in speaking, സ്പീക്കിങ്ങിൽ തന്നെ ഇന്നുണ്ടല്ലേ. സോ മലയാളം ഇംഗ്ലീഷും ഒരേപോലെ. സ്പീക്കിങ്ങിൽ എക്സാമിനർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് നമ്മളെ കേട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കേട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്. ഓക്കെ, റെക്കോർഡ്. സോ പ്രോപ്പർ ഇംഗ്ലീഷിൽ തന്നെ യൂസ് ചെയ്യുക. ലിൻഡ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷിൽ അങ്ങനെ കേട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈവൻ നിങ്ങൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ pardon me or can you please repeat it again, you have to be very very polite. നമ്മൾ മലയാളത്തിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും വെക്കരുത്. ദാറ്റ്സ് ബീൻ വെരി അബ്സല്യൂട്ട്ലി റോങ്. യെസ്, അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ടു അവോയ്ഡ് ദിസ് കൺഫ്യൂഷൻ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഗെസ് ദ പേഷ്യൻസ് റെസ്പോൺസ്. അതാണ് ത്രൂ ഔട്ട് നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തത്. ഞാൻ മാസ്റ്റർ ക്ലാസ്സസ് എടുക്കാൻ നേരത്തെ, സ്പീക്കിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ്സസ് ഡെയിലി എടുക്കാൻ നേരത്തെ I've been training every day to guess the patient answer. Patient എന്താണ് പറയാൻ പോകുന്നത് നമ്മൾ ഗെസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് ഗെസ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അങ്ങനെ ഗെസ് ചെയ്താൽ മാത്രമാണ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ തിങ്. അതായത് ആ കാർഡിൻ്റെ ഒരു നരേഷൻ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വിൽ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് അബൌട്ട് ദ കാർഡിനെ പറ്റി മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദാറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഡെഫിനറ്റ്ലി കേട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നിവർത്തിയില്ല. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു നിവർത്തിയില്ല മുന്നോട്ട് പോകാനായിട്ട്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക്. ഇറ്റ്സ് എ കോൺവെർസേഷൻ. ഇപ്പം നമ്മൾ രണ്ടും കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരു ചോദ്യം കേട്ടില്ലെങ്കിൽ can you please repeat, pardon me, sorry, ഇതൊക്കെ പറയാം. നോ പ്രോബ്ലം. ഓക്കെ. So is voice modulation important in speaking, ma'am? Absolutely yes, and that's the most important thing that I would say. എനിക്ക് അവിടെ പറയാനുള്ള ചില ആളുകൾ ഇപ്പം ഇന്നാളൊരു വീഡിയോ കണ്ടാണ് ഐ കോണ്ടാക്ട് ചെയ്യുക. Yes, I think I was telling that to our students also. അത് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. പക്ഷെ അവിടെ സ്പീക്കിങ്ങിന് ഐ കോൺടാക്റ്റിന് വോയിസ് മോഡുലേഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ലെറ്റ് മീ ടെൽ യു, ദ എക്സാമിനർ ഈസ് ഓൺലി ഗോയിങ് ടു ലിസൺ ടു യുവർ ഓഡിയോ, not the presentation that you are making. Of course ഒരു സംസാരത്തിൽ ഐ കോൺടാക്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ OET എക്സാം ഓറിയന്റഡ് ട്രെയിനിങ് കൊടുക്കാൻ നേരത്തെ ഞാൻ പറയും നിങ്ങളുടെ വോയിസ് മോഡുലേഷനും ഫ്ലുവൻസിയും പ്രസന്റേഷനും ആണ് important. You don't have to even worry about the interlocutors. Yes. What they will think of you, will they be judging you? Yes. ഒന്നുമില്ല. അവരുടെ ജോബ് എന്ന് പറഞ്ഞാൽ to facilitate the speaking, to help you go with the conversation. അത് റെക്കോർഡ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. അത് വാല്യുവേറ്റ് ചെയ്യുന്നത് വേറെ
ഒരു പ്ലാറ്റ്ഫോമിലാണ്. അവിടെ നിങ്ങളുടെ ഓഡിയോ മാത്രമേ കേൾക്കുന്നുള്ളൂ. യു ക്യാൻ ചെക്ക് വെദർ എനി ക്യാമറ ഇസ് ബീൻ അറ്റാച്ച്ഡ്. നോ, ഇറ്റ് ഇസ് നോട്ട്, ഓൺലി ദ ഓഡിയോ. ഈവൻ അങ്ങനെ നമ്മളോട് പറയാതെ ഒരു ക്യാമറ അറ്റാച്ച് ചെയ്യാനും പറ്റത്തില്ല അല്ലെ, നമ്മളോട് ചോദിച്ചിട്ടാണ് അവിടെ ഒരു ഓഡിയോ തന്നെ വെച്ചേക്കുന്നത്. സോ ഇറ്റ്സ് ബീൻ ഒരു പെർമിഷൻ ഒക്കെ ഗ്രാന്റ് ചെയ്യേണ്ട ഒരു പ്രൈവസി പാർട്ടും കൂടിയാണ് അതൊക്കെ. അപ്പോൾ audio is the only thing that is analyzed by the examiners. So sound modulation, voice modulation, fluency, smartness in your voice, the convincing factors, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വെൻ സ്പീക്കിങ്ങിന്റെ കാര്യം വരാൻ നേരത്ത് ഒരു ഗ്രാമറിന് ഞാനൊരു സെക്കൻഡ് സീറ്റ് കൊടുക്കും. വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് ഇറ്റ് ഇസ് നോട്ട്. പക്ഷേ സ്പീക്കിങ്ങിൽ ഞാൻ ഗ്രാമറിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് സീറ്റ് കൊടുക്കും. ബിക്കോസ് സ്മാർട്ട്നെസ്, കോൺഫിഡൻസ് ഇസ് മോർ ദൻ ദാറ്റ്, മോർ ദൻ what is required. റെക്കോർഡിംഗ് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ എക്സാമിനർ ദേ ഷുഡ് ഫീൽ ഓക്കെ ഷീ ഈസ് ഗുഡ്, very smart and confident. കൊള്ളാലോ. അത് ഇനീഷ്യലി ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിന് വോയിസ് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ബി വെരി ഓഡിബിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Okay, yes. So you have a question. An 88-year-old women anu comma. And are basically an 88-year-old. Basically, ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ്സ് നോട്ട് വിമൻ, ഇറ്റ്സ് WOMAN. അത് പല കുട്ടികളും ഞാൻ ഇനീഷ്യലി ഇങ്ങനെ പറയുമ്പോൾ കറക്ഷൻ കൊടുക്കാറുണ്ടായിരുന്നില്ല. വിമന് കറക്ഷൻ കൊടുക്കാറുണ്ട്, പക്ഷേ ദോസ് ഈവൻ റൈറ്റ് കറക്റ്റ്ലി. ഇപ്പം വുമൺ എന്ന് എഴുതുന്നവർക്ക് പോലും ഞാൻ കറക്ഷൻ ഹാവ് റിട്ടൺ ഇറ്റ് കറക്റ്റ്ലി, ഷുഡ് ഐ കറക്റ്റ്. പക്ഷെ ഇപ്പം ഞാനത് അവിടെ എഴുതണ്ട എന്നാണ് പറയാറ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എക്സാമിനേഷൻ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഈ തലേദിവസം വരെ വുമൺ എഴുതിയവരായിരിക്കും നാളെ പോയിട്ട് അവിടെ വിമൻ എഴുതാൻ പോകുന്നത്. ആക്ച്വലി അതൊരു അൺനെസസറി എക്സ്പാൻഷൻ കൂടിയാണ്. യു ക്യാൻ ജസ്റ്റ് മെൻഷൻ an 88-year-old. കാരണം ഓൾറെഡി നമ്മൾ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഓൾറെഡി വി ഹാവ് മെൻഷൻ ദ ജെൻഡർ. പിന്നെ നമ്മൾ അതെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ആളാണെങ്കിൽ പോലും ഐ എം ഷുവർ ദാറ്റ് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലൂറൽ ആൻഡ് ദ സിംഗുലർ ഫോം. പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് വന്ന ഒരു മിസ്റ്റേക്ക് അല്ലേ ഇത്. സോ ടു അവോയ്ഡ് സച്ച് മിസ്റ്റേക്സ് അല്ലേ, അതാണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. യെസ്. And Sandra, how can we conclude a role play if the card is about any procedure such as ECG and colonoscopy? Don't worry, the conclusion എല്ലാം ആ റോൾ പ്ലേയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോക്കുക. കൻ ഐ ഗെറ്റ് ദ കൺസെന്റ് ടു പ്രൊസീഡ് ദ റോൾ പ്ലേ, സ്റ്റാർട്ട് ദ റോൾ പ്ലേ, സോറി പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇൻഫർമേഷന്റെ ബേസിൽ നിങ്ങൾ വറീഡ് ആവണ്ട. ഓക്കെ, നത്തിങ് ടു വറി അബൌട്ട്. എനിക്ക് ECGനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ, എനിക്ക് കൊളോണോസ്കോപ്പിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അയ്യോ ആ സാധനത്തിന് ആ കണ്ടീഷനെ പറ്റി പറയത്തില്ലോ. സം സ്റ്റുഡൻസ് കം ടു മീ ആൻഡ് ടെൽ എനിക്ക് കണ്ടീഷൻ അറിയാവുന്നതാണെങ്കിൽ സ്പീക്കിംഗ് ഓക്കെ ആണ് മാം എന്ന് പറയാറുണ്ട്. ഇൻ സച്ച് കേസസ് ഐ വുഡ് സേ യു ആർ നോട്ട് പ്രാക്ടീസിങ് അപ്രോപ്രിയേറ്റ്ലി, അല്ലെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് ദ എക്സാക്ട് മെറ്റീരിയൽസ്. ബിക്കോസ് നിങ്ങൾ എന്ത് പറയണം എന്നുള്ള സാധനം ഇറ്റ് ഇസ് ദെയർ ഇൻ ദ റോൾ പ്ലേ കാർഡ്. റോൾ പ്ലേ കാർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഇസ് സ്പീക്ക് വെൽ. നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. ഇൻഫർമേഷൻ ഹാസ് ടു ബി പ്രസന്റഡ് വെൽ എന്നുള്ളതാണ്. സോ ഹൗ ടു കൺക്ലൂഡ് ഇസ് ഓൾറെഡി ദെയർ ഇൻ ദ കാർഡ്. പെർട്ടിക്കുലർ ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആൻഡ് അനദർ തിങ് ഇസ് അറ്റ് ദ സെയിം ടൈം സമയം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ആക്ച്വലി പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ some extra points, like don't worry, we are here to help you, we are experienced hands. ഇങ്ങനെ phrasal verbs ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. Experienced hands, and we'll be taking care of you. Try not to worry about anything. If any discomfort you can let us know. ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് കൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. Okay. And how Princey, let's update providing exam based materials. Yay. And there is a question based on that too. Okay. How can I identify exam based materials and how can I get it? Very simple. Okay. Simple question ആണ്. If you want to completely practice exam based materials, you can join us. Yes. And if you just want to get some samples, നമുക്ക് അതിൽ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ റേഡിയോ ലിസണിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. But I thought മിനുവിനോട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, മിനുവിനെ തന്നെ ഐഡന്റിഫൈ ആണ്. ദാറ്റ്സ് എ ജെന്യുവിൻ ക്വസ്റ്റ്യൻ ഫ്രം ഹെർ സൈഡ് അല്ലേ, ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് മിനു ആക്ച്വലി ഈ ഇപ്പൊ റീഡിങ്ങിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ലൈക്ക് ദ ആൻസേഴ്സ് എന്ന് പറയുന്നത് എവറിഥിങ് ലൈക്ക് യു കാൺ ഗോ വിത്ത് ദ സെയിം വേർഡ് അപ്പുറത്ത് പോയിട്ട് അത് കാണത്തില്ല. എവറിഥിങ് വിൽ ബി പാരഫ്രൈസ്ഡ് ആൻഡ് റീകൺസ്ട്രക്ട്. There will be one or two questions without any പാരഫ്രൈസ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ, ബാക്കിയെല്ലാം പാരഫ്രൈസ്ഡ് വേർഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ അല്ലേ ഇപ്പൊ നമുക്ക് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പറയും ഇത് പിള്ളേർക്ക് കൊടുക്കണ്ട, ബിക്കോസ് വി ആർ മിസ്ലീഡിങ് ദ ചിൽഡ്രൻ അല്ലെങ്കിൽ മിസ്ലീഡിങ് ദ സ്റ്റുഡൻസ്. ഇങ്ങനെയല്ലല്ലോ എക്സാമിന് വരുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? പാരഫ്രൈസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെ അനാദർ വേർഡ് അതല്ലേ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. അങ്ങനെ അല്ലാത്തൊരു മെറ്റീരിയൽ വരാൻ നേരത്തെ പിള്ളേർ ചോദിക്കുകയാണ് അയ്യോ ഇങ്ങനെയാണല്ലോ വന്നേക്കുന്നത്, അപ്പൊ ഇത് ശരിയാണോ? അൺനെസസറി ആയിട്ട് നമ്മൾ അതിനകത്ത് ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ദം അല്ലേ, അത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ പാർട്ടിൽ അങ്ങനെ
ബി പാർട്ടിൽ ഇപ്പം ലിസണിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രത്യേക എപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാണ്. സി പാർട്ട് സ്പെഷ്യലി പ്രസന്റേഷൻ ആണെങ്കിൽ ഹൗ ഡു ഐ അണ്ടർസ്റ്റാൻഡ് ദ ഷിഫ്റ്റ്, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ടുള്ള ഷിഫ്റ്റ് എങ്ങനെ മനസ്സിലാക്കും? കൃത്യമായി എക്സാം ബേസ്ഡ് മെറ്റീരിയലിന് അതിനൊരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചുമ്മാ എടുത്തൊരു മെറ്റീരിയൽ അങ്ങ് ചെയ്യാൻ നേരത്ത് ആ ഒരു പാറ്റേൺ തെറ്റിച്ചുകൊണ്ടുള്ളതാണ് ഓരോ ഷിഫ്റ്റ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുവാണെങ്കിൽ അതിന്റെ ഷിഫ്റ്റ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നത് അവർ ക്വസ്റ്റ്യനിലാണ് ആ ഒരു എല്ലാ ക്വസ്റ്റ്യനും, അതായത് ഇപ്പൊ 6 ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളാണുള്ളെങ്കിൽ ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ നേരത്ത് കൃത്യമായിട്ടൊരു പോസ് ഉണ്ടാവും. അത് മാത്രമല്ല, ചോദ്യത്തിൽ നിന്നാണ് അവർ കണ്ടന്റ്, അവരുടെ ഒരു സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉത്തരം അതിൻ്റെ അടിയിലായിട്ടാണ് അവർ പറഞ്ഞു പോവുക. മറിച്ച് നമ്മളൊരു മെറ്റീരിയൽ ചെയ്യാൻ നേരത്ത് ആദ്യം ഓപ്ഷൻസ് വന്നിട്ട് ലാസ്റ്റ് ആണ് ക്വസ്റ്റ്യനിലുള്ള കാര്യം പറയുന്നെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിക്കാനായിട്ട് ടഫ് ആയിരിക്കും അല്ലെ, അത് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ചില ലൈക്ക് എക്സാം ഓറിയന്റഡ് മെറ്റീരിയലിന്റെ പാറ്റേൺ ശ്രദ്ധിക്കാത്ത കുറെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോഴാണ് പ്രശ്നമാവുക. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് യു ക്യാൻ ട്രൈ the materials that is put in the FB and compare it with other materials. Yes. Okay. And also writing speaking language teacher Minnu really want to get some of the practice materials, you can also get it from Amazon. Amazon lo nammoru book undu, first edition of writing speaking inde. You can get around 20 speaking cards and 20 exam based case notes with the answers. Amazon lo available aanu, you can also get it from that. And Rija has a question for speaking. If I complete all the tasks before the time, does it affect my mark or not? Yeah. Yes, actually, you have to complete all the bullet points before the task, before the time. Okay. ടൈമിന് മുന്നേ എല്ലാ ബുള്ളറ്റ് പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഒന്നുകൂടെ റീസ്ട്രെസ് ചെയ്ത് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, റീസ്ട്രെസ് ചെയ്യുന്നു, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മൊത്തം ഇൻഫർമേഷനും പറഞ്ഞു ഓക്കെ ക്യാൻ ഐ ഗെറ്റ് ദ കൺസെന്റ് ഓർ ക്യാൻ ഐ സ്റ്റാർട്ട്, ക്യാൻ ഐ ലീവ്, അങ്ങനെ പറഞ്ഞാൽ അതിനൊരു ഓർഡർ ഉണ്ട്. തുടങ്ങുന്നതിനും ഒരു രീതിയുണ്ട്, തീരുന്നതിനും ഒരു രീതിയുണ്ട്. അത് തീർത്തിട്ടായിരിക്കണം. അത് ക്യാൻ ഐ ലീവ് എന്ന് പറഞ്ഞിട്ട് വൺ മോർ തിങ് ദറ്റ് ഐ ഹാവ് ടു സ്പെസിഫൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമയം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ആഡ് ചെയ്ത് പോകുന്നത് കുഴപ്പമില്ല. ബട്ട് യു ഹാവ് ടു ഫിനിഷ് ഓൾ ദ ബുള്ളറ്റ് പോയിന്റ്സ്. ദാറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. So we have some messages in YouTube as well. I was about to ask you. So Anju, Madam, parent and child role play. Child is not present. Talking to parent. How to start introduction? We want to ask child name or not. Okay, fine. So ഒന്നാമത്തെ കാര്യം പേരന്റ് ആൻഡ് ചൈൽഡ് സിനാരിയോ വരാൻ നേരത്ത് ഓഫ് കോഴ്സ് ഒരാൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചൈൽഡ് ഇസ് പ്രസന്റ് വിത്ത് യു എന്ന് പറഞ്ഞിട്ടൊരു റോൾ പ്ലേ കാർഡ് യു കാണ്ട് എക്സ്പെക്ട്. ഓക്കെ, ചൈൽഡ് വിൽ നോട്ട് ബി ദെയർ in the speaking. അതിപ്പം if you are talking, mother ആണ് patient, you have to talk to the daughter എന്നുള്ളതാണെങ്കിൽ you will be only talking to the daughter, mother won't be there in the scenario. ആ സെറ്റിങ്ങിൽ ഒരാൾ, ബിക്കോസ് ഒരു ഇന്റർലോക്യൂട്ടറേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരാൾ വെച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, യു ഹാവ് ടു ഡെഫിനറ്റ്ലി, ഇതൊരു അൺനോൺ കേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ആസ്ക് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, വെദർ ഇറ്റ് ഇസ് സൺ, ഡോട്ടർ, മദർ, ഹൂഎവർ ഇറ്റ് ഇസ്, പേഷ്യൻറ്റിൻ്റെ പേര് ചോദിച്ചിരിക്കണം. ഇഫ് ഇറ്റ് ഇസ് എ നോൺ കേസ്, ഇതൊരു നോൺ കേസ് ആണെങ്കിൽ യു വിൽ ഹാവ് ടു ആസ്ക് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് 3 minutes പ്രിപ്പറേഷൻ ടൈം. 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ പേഷ്യൻറ്റിൻ്റെ പേര് ചോദിച്ചു വെക്കാം. ഞാൻ പേഷ്യൻ്റ് എന്നാണ് റെഫർ ചെയ്തേക്കുന്നത്, ഐ മീൻ ഇൻഫോം ചെയ്തേക്കുന്നത്. വൈ? ബിക്കോസ് patient can be anyone. You are talking to the carer. കെയറിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഇമ്പോർട്ടൻസ് മൊത്തം വരുന്നത് പേഷ്യൻറ്റിൻ്റെ അടുത്താണ് അല്ലേ. അപ്പോൾ പേഷ്യൻറ്റ്, നമ്മൾ സംസാരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ പേഷ്യൻറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് part in our speaking. So we need to know the name of the patient. Okay? And one other question. Reading C part score ചെയ്യാൻ ഉള്ള tips share ചെയ്യൂ. Again, it's a bigger challenge. I mean, a bigger task. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ലെവലിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ആൻഡ് അതിൻ്റെ ടെക്നിക്സ് എന്താണെന്നുള്ളത് പറയണം. മെയിൻലി നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, ഏറ്റവും വലിയ ടിപ്സ് എന്ന് പറഞ്ഞാൽ ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ഇത് റെഗുലർ പ്രാക്ടീസ് എന്നുള്ളതാണ് ഏറ്റവും, ഏത് പാർട്ടും ആയിക്കോട്ടെ, ഏത് മൊഡ്യൂളും ആയിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. അതിൽ നിങ്ങളുടെ മെറ്റീരിയൽ സെലക്ഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അതിപ്പോ സ്പീക്കിങ്ങിലാണെങ്കിൽ കൂടി നമ്മളിപ്പം ഇന്നൊരു കാർഡ് ഞാൻ ചെയ്തതാണ്, ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്തപ്പോഴത്തേക്കും ആക്ച്വലി ഇറ്റ് ഇസ് ഫോൾ ഫ്രം മൈ പാർട്ട്. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. ഞാൻ ഒരു ബുള്ളറ്റ് പോയിന്റ്, അതിൽ ടൈപ്പിംഗ് എറർ ആയിരുന്നു, ഒരു ബുള്ളറ്റ് പോയിന്റ് ഉണ്ടായിരുന്നില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി സ്റ്റുഡൻസ് ഇസ് ഗോയിങ് ടു സഫർ. അവരിത് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അൺനെസസറി ആയിട്ട് അവർ നിങ്ങളില്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺസെൻസ് ആണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ സ്പീക്കിങ്ങിലാണെങ്കിൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിൽ കൂടെ ഒരു ചെറിയ ഒരു ബുള്ളറ്റ് പോയിന്റ് കാണാണ്ടായ ഫുൾ
അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ തെറ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി എക്സാം ഓറിയന്റഡ് അല്ലാത്തൊരു സിസ്റ്റം അവരുടെ തലയിലോട്ട് കയറ്റുക. അപ്പം അതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രാക്ടീസ് റെഗുലർലി ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഐ ഡു അഡ്മിറ്റ് ദാറ്റ് ഇപ്പോൾ ഓൺലൈൻ എസ്പെഷ്യലി ഓൺലൈൻ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കാം. യു മൈറ്റ് ഹാവ് ഡിഫറെൻറ്റ് അതർ പ്രോബ്ലംസ്, ഫാമിലി, അത് ഇത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം, ടൈം ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ ഡെയിലി ഒരു ഇത്ര സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. ബേസിക്കലി OET, IELTS ആയിക്കോട്ടെ, ജർമ്മൻ ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് കോഴ്സ് പഠിക്കാനാണെങ്കിലും ഒരു ടൈം നമ്മൾ അതിനുവേണ്ടി മാറ്റി വയ്ക്കുക. അത് ഡെയിലി അതിനുവേണ്ടി യൂസ് ചെയ്യുക. ആൻഡ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 3 months 4 months നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ്, മാനസികമായിട്ട് തയ്യാറെടുത്താൽ മാത്രമേ ഞാൻ പറയുന്നു നിങ്ങൾ OET പഠിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തു ബാക്കി എല്ലാ ദിവസവും ബാക്കി പരിപാടികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ദിവസം ചെയ്യുന്നു, കുറേ ദിവസം ഗ്യാപ്പ് എടുക്കുന്നു. അത് അങ്ങനെ ആരും ജയിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഇവിടെ വരത്തില്ല. നമ്മളിപ്പം എല്ലാ ദിവസവും ഇപ്പം ഈ ഒരു 4 ആഴ്ച എക്സാം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച ആ മെറ്റീരിയൽ കൊണ്ടാണ് അടുത്ത എക്സാം സ്റ്റുഡൻസിലോട്ട് പോകുന്നത്. ബട്ട് ഈച്ച് ഷിഫ്റ്റിൽ നമ്മൾ ചെയ്ത മെറ്റീരിയൽ തന്നെ വീണ്ടും ചെയ്യുവാണ് അല്ലേ? ബിക്കോസ് വി ഫർഗെറ്റ് തിങ്സ്. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു എക്സാം ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബണ്ടിൽ ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അത് നമ്മൾ പിന്നെയും പഠിപ്പിക്കാൻ പോകുമ്പോൾ അത് ഒന്നുകൂടെ ചെയ്തിട്ടാണ് പോകുന്നത്. സോ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴാണ് നിങ്ങൾ ഒരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നത്. അത് നമുക്കൊരു ലോങ് റണ്ണിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അൺലിമിറ്റഡ് കോഴ്സ് ഒക്കെ വേണ്ടി വരും. അതായത് എക്സാമിന് മുന്നേ മാത്രം നമ്മൾ ഇരുന്ന് പഠിക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ OET ഒന്ന് എത്തി നോക്കിയിട്ട് പോകുന്നു. അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഐ മീൻ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. So that is something that we have to take care of. Okay. So some of the messages also. When I am practicing, I am able to score above 30, but when it comes to exam, I am not able to get required score. Okay. Yeah. Maybe the problem will be. Then I continue. Then sir. When I am practicing, I am able to score above 30. When it comes to exam, she is not getting. Okay. അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാ. You might be correcting by yourself. നമ്മൾ തന്നെയായിരിക്കും കറക്റ്റ് ചെയ്യുന്നത്. അതൊരു മേജർ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് മാം കറക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടെ there are certain areas നമ്മൾ ശ്രദ്ധിക്കാൻ. Yes. എന്നാൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാവും. കാരണം നമ്മൾ എഴുതിയപ്പോൾ വിട്ടുപോയി, പിന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ. That happened to me also. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു റീഡിംഗ് പാർട്ട് സെൽഫായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ആൻസർ വാസ് 2 but I have written as 2 mg. mg was already there in the text. So ഞാനത് പക്ഷെ എനിക്ക് തെറ്റിടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പോലും ചെയ്തപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു പോയി. Because I am sure that my answer is correct, but ഞാനൊരു ജസ്റ്റ് ആ mg ഞാൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ആക്ച്വലി, but I missed it and I wrote the answer 2 mg. But അത് when it comes to the evaluation, your answer is wrong. കാരണം 2 mg എന്ന് ഒരിക്കലും വരത്തില്ല ആ fill in the blanksലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ പോലും വി ഷുഡ് നോട്ട് ബി ലീനിയന്റ് അറ്റ് എനി. യെസ്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ബിക്കോസ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ബൈ ദ വേ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സത്യം പറഞ്ഞാൽ സ്റ്റുഡൻസ് എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ അതിന്റെ മുന്നേ അതിന്റെ ബാക്കിലൊക്കെ എക്സ്ട്രാ ഇട്ടിട്ടാണ് എക്സാം മെറ്റീരിയൽസ് പോലും കുട്ടികൾ തെറ്റി. കുട്ടികൾക്ക് എല്ലാം കറക്റ്റ് എക്സാം മെറ്റീരിയൽ ലിസ്റ്റ് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട്, നന്നായിട്ട് ഓഡബിൾ ആണ്, നല്ല മെറ്റീരിയൽ ആണെന്ന് പറയും. പക്ഷെ മാർക്ക് വരാൻ നേരത്ത് out of 24 വരാൻ നേരത്ത് കുറഞ്ഞു പോകുന്നു. This is what happens. So അതൊരു മേജർ കൺസേൺ ആണ്. ഒന്നാമത്തെ കാര്യം again as I said എക്സാമിന്റെ ബേസിലാണോ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. Okay, and another comment I think I should read. I'm a new student of Let's Update. I'm 100% satisfied with especially the master classes by sir and ma'am. It's very helpful. Thank you so much for that wonderful comment. Okay, I think with that we'll wind up. Yeah, നമ്മൾ ഇനി സെഷൻ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ തൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുകയാണ് ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻസ്. നമുക്ക് ഇനി ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ആർ അബൌട്ട് ടു ബിഗിൻ. സോ വിത്ത് ദാറ്റ് വി വൈൻഡ് അപ്പ് ഇറ്റ് ഫോർ ദ മൊമെന്റ് ആൻഡ് വിഷിംഗ് ഓൾ ദ very best to exam students who have exams on March 23 and as well as April 6th. And എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് all the very best, especially for March 23. അതെ. April 6th മുന്നേ നമ്മൾ ഒന്നും കൂടെ ഒക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ ഡൗട്ട്സുകൾ ഉള്ളപ്പോൾ also will be coming with more interesting live sessions from next week onwards. Writing, speaking ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പുതിയ ലൈവ് സെഷൻസ് ആയിട്ട് അടുത്ത ആഴ്ച മുതൽ വീണ്ടും വരുന്നതായിരിക്കും വിത്ത് ന്യൂ മെറ്റീരിയൽസ്. ന്യൂ മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യേണ്ട മിനുവിനൊക്കെ ഉറപ്പായിട്ടും. മിനു ആണ് ഒരു കൺസേൺ പറഞ്ഞത്. മിനു ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1% ഓഫ് മെറ്റീരിയൽസ് ഫ്രം അവർ സൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് നോക്കുക എന്താണ് അതിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന്
മനസ്സിലാക്കി വെക്കുക. So thank you all. It's me Harish signing off. And that's Priyanka signing out. Bye.